ഹായ്, PB സെക്ടറിൽ നിന്നുള്ള മൂന്നാമത്തെ കമ്പനിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്റർ ആർച്ച് ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ് കമ്പനിയുടെ പേര്. ഇത് മൂന്നാമത്തെ കമ്പനിയാണ്. ഓൾറെഡി നമ്മൾ ഇപാക്കിന്റെ അതേപോലെ M&Bയുടെ ബിസിനസ് നമ്മളോട് അനാലിസിസ് ചെയ്തിരുന്നു. സോ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് PB സെക്ടർ എന്താണെന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല. ബേസിക്കായിട്ട് ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ കമ്പനികളും പറയുന്നത് 10 to 12% ഗ്രോത്ത് സെക്ടറിലുണ്ടെന്നുള്ള കാര്യമാണ്. അതേപോലെ അവിടെ എല്ലാവരും കുറച്ചും കൂടെ ബിസിനസ് ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അൺഓർഗനൈസ്ഡ് സെക്ടറിൽ നിന്ന് ഓർഗനൈസ്ഡിലേക്ക് ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് 55 to 60% അൺഓർഗനൈസ്ഡ് ആണെങ്കിൽ അത് 50 to 55 കുറയും. ഓർഗനൈസ്ഡ് പ്ലേയേഴ്സ് 40 to 45 നിന്ന് 45 to 50% മാറാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഇതെല്ലാം ഒരു 3 to 4 ഇയേഴ്സിലെ കാര്യമാണ്. 2030 മുമ്പായിട്ട് ഈ ഒരു രീതിയിലുള്ള ഗ്രോത്ത് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സെക്ടറിൽ മൊത്തത്തിലൊരു പോസിറ്റിവിറ്റി ഉണ്ട്. സോ അതിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് കമ്പനികളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. അതേപോലെ തന്നെ പെർഫോം ചെയ്തിരിക്കുന്ന മൂന്നാമതൊരു കമ്പനിയാണ് ഈ ഇന്റർ ആർച്ച് എന്ന് പറഞ്ഞാൽ. ഇവർ ഇപ്പോൾ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ